ഹലോ ഗൈസ്, റീനു റിച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബീട്രൂട്ട്, ഇഞ്ചി, മുളക്, കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, കുരുവില്ലാത്ത പുളി, ശർക്കര, ഉപ്പ്. ഞാൻ 3 ബീട്രൂട്ടാണ് ഇതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനനുസരിച്ച് സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഇനി വീഡിയോയിൽ കാണുന്ന വിധം ബീട്രൂട്ടിനെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ശേഷം അരിഞ്ഞ കഷ്ണങ്ങളെ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക. ബീട്രൂട്ട് അരക്കുന്നതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുരുവില്ലാത്ത പുളി കൂടി ചേർത്തരച്ചെടുക്കുക. ബീട്രൂട്ട് വേഗത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ബീട്രൂട്ടിനെ അരച്ചെടുക്കുന്നത്. വേവിച്ചിട്ട് അരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാട്ടോ. ഇനി വീഡിയോയിൽ കാണുന്ന വിധം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കടുക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ശേഷം അരച്ചെടുത്ത ബീട്രൂട്ട് പുളി മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായി തിള വരുമ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സംഭവം സിമ്പിളാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പുളിയിഞ്ചിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നിറം തന്നെയാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ബിരിയാണി ആയാലും സദ്യ ആയാലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 10-15 മിനിറ്റ് മാത്രം മതിയാകും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വേഗത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസുകൾ മാത്രമാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടും പുറത്ത് വെച്ചിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈർപ്പമില്ലാത്ത പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചാൽ മാത്രം മതിയാകും. വിളമ്പാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണുകളും ഈർപ്പം പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക്. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ചെയ്തേക്കണേ.